എൻ്റെ ഒരു ആക്ടിവിറ്റി കാരണം നാട്ടുകാർ മുഴുവനും പറയാണ് പിന്നെ ഞാൻ ശരിയല്ല, ഞാൻ ഫേക്ക്, ഞാൻ നല്ല മനുഷ്യനാണ് പറയുമ്പോൾ ഇവള് വന്നിട്ട് പറയാണ് ഞാൻ ഫേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇവളാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ പറയുക, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ പറഞ്ഞാൽ ഇവക്കെ അറിയുള്ളൂ എൻ്റെ സിറ്റുവേഷൻ, ഞാൻ എന്താ യഥാർത്ഥത്തിലെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സംഗതി കേട്ട സമയത്ത് നമുക്ക് തന്നെ ചോദിച്ചു അത് സീരിയസ്ലി അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാനൊരു വഴിയായി. എന്നിട്ട് ഇന്ന് അവൻ പണപ്പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ പുറത്തിറങ്ങി പുറത്തേക്ക് വരാൻ സിറ്റുവേഷൻ ആയ സമയത്ത് നേരെ പ്ലേറ്റ് ഉൾട്ട അടിച്ചിട്ട് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല സംഭവമാണ്, നല്ലതാണെന്ന് ഫുള്ള് കാര്യങ്ങൾ ഇന്ന് അവർ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടോ. ജാസ്മിന് ശരിക്കും ജാസ്മിൻ്റെ പുറത്ത് ജാസ്മിന് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് നല്ല ധാരണ ഉണ്ടെന്ന് ഇന്ന് മിറർ നോക്കി ജാസ്മിൻ സംസാരിച്ചപ്പോൾ മനസ്സിലായി. ലൈവിൽ കണ്ട കുറേ കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഇന്നലെ എന്റെ ഒരു അവസ്ഥ ഇങ്ങനെ ക്ലിയറായിട്ട് വന്നിരിക്കുന്നു. ഞാൻ അതൊന്ന് പറയട്ടെ. ലൈവിൽ കണ്ട കാര്യങ്ങൾ കുറെ എണ്ണം പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് പിന്നെ അവൾ ആദ്യം ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് കുറേ എന്താ പറയാ ഭയങ്കര ക്യൂട്ടായിട്ട് എന്തൊക്കെയോ ഭയങ്കര സങ്കടം ഇതൊക്കെ കാണിച്ചിട്ടൊക്കെ വാരി വിതറുണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞിട്ട് മതിയോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് സംസാരിക്കുക. ചിന്നു വേറെ ആളായിരുന്നു, ചിന്നുവിന്റെ കളിയും ചിരിയൊക്കെ പോയി, ചിന്നുവിന്റെ ഇപ്പൊ 2 ഉണ്ട കണ്ണും തക്കാളി പോലത്തെ ഒരു ചുണ്ടേ ഉള്ളൂ എന്നൊക്കെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. എനിക്ക് ഹിമാലയ സാനുക്കളിൽ ചെന്ന് മറ്റേ ബ്രഹ്മത്തിങ്കിൽ ലയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചങ്ങാതി എന്നോട് ഇറങ്ങുന്നത്. അപ്പം ആ സമയത്ത് അങ്ങനെ ആയിക്കോട്ടെയായിരുന്നു. പക്ഷെ ഇന്ന് അവൻ്റെ വൈഫ് പറഞ്ഞ ഡയലോഗ് അറിയോ, ഈ സ്റ്റിയറിങ്ങിന്റെ ബാക്കിൽ സായി എന്തായാലും ഉണ്ടായിരിക്കും, അതിന്റെ സൈഡിൽ ഞാനുണ്ടാവും, ബാക്കിൽ ചിത്തുബായി ഉണ്ടാവും. അപ്പൊ ഞാൻ ശരി അപ്പൊ അങ്ങനെ ഉണ്ടായി. ഇനി ഈ ഭാഗത്ത് നിന്നെ കണ്ടാൽ ഞാനൊന്നും കാണാൻ വന്നതല്ല, രാത്രി കഞ്ഞിയുടെ കൂടെ പുഴുക്ക് വേണോ അതോ ചുട്ടരച്ച ചമ്മന്തി മാത്രം മതിയെന്ന് ചോദിക്കാൻ വന്നതാ. 94 നാള് വ്രതല്ലേ, അപ്പൊ ഇതൊക്കെ പറ്റുമോന്നറിയാൻ. എന്താന്ന് വെച്ചാ ആയിക്കോളൂ. പപ്പടവും കാച്ചുമോരും ഉണ്ടെങ്കിൽ അതും നല്ലത്. പക്ഷെ ഇത് ഉണ്ടാക്കി അവിടെ വെച്ചാ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാൻ വരും. കുക്ഷിശാസ്താവേ ശരണം. അയ്യോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ട്യൂസ്ഡേ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ. പിന്നെ അങ്ങനെ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെട്ടിയാണ്. ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് കാര്യം കൂടെ അതിൽ ആഡ് ചെയ്യാനുണ്ട്. അതിന് ശേഷം കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയ സംഭവം, പിന്നെ കുറച്ച് കമൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ വീണ്ടും ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അല്ലേ ഇതോ? അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടിയിൽ നിന്ന് തുടങ്ങാം. പിന്നെ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് കാണുന്നുണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് വളരെ കുറവ് മാത്രമല്ല, വളരെ സ്ലോലി ഉയരുന്നുള്ളൂ. വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കൊന്നും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഓരോ സബ്സ്ക്രിപ്ഷനും നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യണം. ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട് എല്ലാവർക്കും. ആരെങ്കിലും റിപ്ലൈ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് പ്ലീസ് ഒന്ന് ആരെങ്കിലും ആളെ ഞങ്ങൾ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം, നമുക്കതൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോക്ക് കിടക്കാം. ഇത് എന്തൊക്കെ ഇന്നത്തെ സ്ഥിതി. രാവിലത്തെ ടാസ്ക് രാജാവ്. ഓക്കെ, സായി രാജാവായി പുറത്തു പോയി. ഓക്കെ, സായി രാജാവായി. അതിൽ കാര്യമായിട്ട് ഒരു ഫൺ ടാസ്ക് പോലെ തന്നെ ഉണ്ടായിരിക്കാൻ പറഞ്ഞു. റൂള് ഇതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു 5 റൂള് പറയാൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തില്ല, കണ്ടില്ലേ. അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം ഒന്നും ഇല്ല. നമ്മളിപ്പോ പിന്നെ എല്ലാ പ്രാവശ്യം പറയണ പോലെ തോന്നും, പണ്ടത്തെ സീസണിന്റെ പോലെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പണ്ടത്തെ സീസണിലൊക്കെ അങ്ങനത്തെ ഒരു ടാസ്ക് വന്നാൽ അന്ന് എന്തൊക്കെയാ സംഭവിക്കാൻ അറിയാം. എല്ലാം നടക്കും, ഫണ്ടുണ്ടാവും, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വാക്ക് തർക്കമുണ്ടാവും, അതിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഫൈറ്റ് മാത്രമല്ല കേട്ടോ, ബാക്കിയൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് എല്ലാവരും നല്ല ശാന്തമായ സന്തോഷത്തോടെ അങ്ങനെ ചെറിയൊരു ഫണ്ണൊക്കെ ആയിട്ട് ഫണ്ണായിരുന്നു, കുറച്ചൊക്കെ ഫണ്ണായിരുന്നു, അത്രേ ഉള്ളൂ. ശാന്തത മാത്രമല്ല, ഇത് കുറച്ച് നമ്മളൊരു ബുദ്ധിപരമായ ഡിസ്കഷൻ, കുറച്ച് ബുദ്ധിപരമായിട്ടല്ല പറഞ്ഞത്, എൻഗേജിങ് ആയിട്ട് ഫ്രൂട്ട്ഫുൾ എന്ന് പറയാം, എൻഗേജിങ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ വരിക. നമുക്ക് അവരൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം. കാരണം ഒന്നാമെന്ന് വെച്ചാൽ സൊസൈറ്റിയിലെ ഡിഫറെൻറ്റ് സോൺസ് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്, പല സാഹചര്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ട് പോലെയാണ് ബിഗ് ബോസിൽ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സ് നിന്ന് കുറേ പേര് വന്നു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ. അപ്പോൾ എല്ലാവരും ഒരേ ടൈപ്പ് ആൾക്കാർ വന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ, പക്ഷേ അവർക്ക് കൂടുതലായിട്ട് ആശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഡിസ്കസ് ചെയ്യാനോ അങ്ങോട്ടും പറയാനോ ഇല്ല. പിന്നെ രണ്ടാമത്തെ കേസും കൊണ്ട് ഇതോ സീസൺ 5 മാരാര് പൊളിച്ചൊരു സീസണാണ്. അതിൽ മാരാര് മാത്രല്ല, മാരാരുടെ ഒപ്പം
ഫണ്ണൊക്കെ ആക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇനി അതും പോട്ടെ, സീസൺ 4 അതെ. 4 ഭയങ്കര രസമായിരുന്നു ടാസ്കുകളൊക്കെ. ദൈവമേ, ആ ലാസ്റ്റൊക്കെ ഉള്ള എന്താ പറയാ, ഓരോരുത്തർ അനുകരിച്ചിട്ടുള്ള ടാസ്ക് ഒക്കെ സമയത്തൊക്കെ നമുക്കിത് കണ്ടാൽ മതിയാവില്ലായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ അയ്യോ കുറച്ചുകൂടി കൂടി കാണാൻ മാറ്റാൻ പറ്റില്ല. ഇപ്രാവശ്യം പക്ഷേ കുറച്ച് ഭയങ്കര ഷോക്കാട്ടോ. ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ അങ്ങനെയും പറയാം അല്ലേ. അങ്ങനെ ഒരു ടാലന്റഡ് ആയിട്ട് ആൾക്കാരെ പിടിച്ച് എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരില്ല എന്ന് തോന്നി. സിബിനൊക്കെയാണ് ആകെ ഉണ്ടായിരുന്നതൊക്കെ പോവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ നല്ല ആൾക്കാരൊക്കെ ആദ്യം പോയി. അതാണ് സമ്മാനം. പക്ഷെ അതിനേറെ കോമഡി ഉണ്ടെന്ന് വെച്ചാൽ ഒരു കീ കിട്ടും, രാജാവിന്റെ അടുത്ത് കീ മേടിക്കണല്ലോ. അപ്പൊ രാജ്ഞിയായിട്ട് നോറേനെ ഇങ്ങനെ കളിയാക്കി രാജ്ഞിയുടെ കയ്യിൽ സായി രാജാവ് കീ കൊടുത്തു. ആ കീ നോറയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി എല്ലാവരും കൂടി തട്ടിപ്പറിച്ച് വലിച്ചു വെച്ചാൽ എന്താ ഉപദ്രവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഇങ്ങനെ പിടിച്ചു വലിക്കണല്ലോ. അപ്പൊ അവളെ മുടി പിടിക്കണ്ടെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. മുടിയൊന്നും തൊട്ടിട്ടില്ല. അങ്ങനെ വലിച്ചു അത് എടുത്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഭയങ്കര സംഭവമായിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ നോറയ്ക്ക് അത് കരച്ചിലായി, ഒരു ഭാഗത്ത് പോയി കടക്കലായി, തീരെ വയ്യാത്തൊരു പോലെ ആയിരുന്നു. അതിന് ആരും എന്തോ കാണിച്ചു എന്നുള്ള കണ്ടീഷനിൽ നോറേനെ മാത്രം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാണിച്ചു എന്നൊക്കെ തോന്നിപ്പോട്ടോ. സത്യം ആ ഒരു ഇരുത്തായിരുന്നു ഫുള്ള്. ഇനിയിപ്പോ ഇത് 2 ദിവസത്തേക്ക് ഇങ്ങനെ ആവോന്ന് അറിയില്ല. കാരണം ഫുള്ള് സങ്കടത്തിലായിരുന്നു. പിന്നെ സായി പണപ്പെട്ടി അവിടെ വന്നിരുന്നു. സായി എടുത്തോന്ന് പോലും നോറ അറിഞ്ഞിട്ടില്ല. നോറ ബെഡ്റൂമിൽ കിടക്കായിരുന്നു. ഒരു സായി പോയി പറഞ്ഞു ഞാൻ പണപ്പെട്ടി എടുത്ത് പോവാണ് കേട്ടോ. അപ്പോഴും കാരണം ഈ പ്രശ്നത്തിന്റെ മുകളിൽ കിടക്കാണ്, വയ്യാണ്ട സങ്കടപ്പെട്ട് കരഞ്ഞു കിടക്കാൻ. നാളത്തേക്കൊക്കെ ഇത് ഉണ്ടാവുമായിരിക്കും ഇതിന്റെ വിഷമം. അപ്പൊ അതാണ് ഒന്ന്. രണ്ടാമത്തെ കേസ് നമുക്ക് ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സായിയുടെ രാജാവിന്റെ ഇത് മാറിയിട്ട് സിജോ ആയി. കറക്റ്റ്. ഓക്കെ, അതൊക്കെ പിന്നെ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ ഡിസ്കഷൻ ആയിട്ടുള്ള സായിയുടെ പണപ്പെട്ടി ടാസ്കിലേക്ക് പറയാം. മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. സോറി കേട്ടോ, ഞങ്ങളൊന്ന് സൈഡ് മാറിയിരുന്നു. ഫാൻ അടിച്ചിട്ടോ AC അടിച്ചിട്ടോ നമുക്ക് അലർജി ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. AC അടിച്ച സമയത്ത് മൂക്ക് ബ്ലോക്കായി, നോസ് ബ്ലോക്കായി. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത്, ചില ആൾക്കാർ ഫണ്ണായിട്ട്, ചില ആൾക്കാർ നല്ല കൺസേൺഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ചില ആൾക്കാർ കളിയാക്കുന്നുണ്ട്, ചില അലർജിക് ഇഷ്യൂസ് ഉണ്ട്, ചില ആൾക്കാരുണ്ട്. ഇത് ഞാൻ കമന്റുകളൊക്കെ ഇതാക്കല. ഞാൻ വെറുതെ നമുക്ക് കാണിച്ചു തന്നിട്ട് ഇനി ഒരു വിഷമം ഉണ്ടാന്ന് വെച്ചിട്ട് പറയുന്ന കേട്ടോ. രോഗാവസ്ഥയൊക്കെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഫൈൻ, സങ്കടപ്പെടി. സാറിൻ്റെ അടുത്ത പ്രാവശ്യം കാണിച്ചില്ല, അപ്പം എനിക്കൊരു സന്തോഷം ഉണ്ടാവും. ഡിലീറ്റ് ചെയ്തതിലാണ് സങ്കടം തന്നെ. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ സായിയുടെ പണപ്പെട്ടി. ഞാൻ അതിനെക്കുറിച്ച് 2 വീഡിയോസ് ചെയ്തിരുന്നു. നമ്മുടെ ആശയങ്ങളൊക്കെ അതിൽ പറഞ്ഞു. പക്ഷെ എന്നാലും 1-2 കാര്യങ്ങൾ ഇല്ലേ ഇതോ. സായിക്ക് ഓൾറെഡി അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് സായിക്ക് നല്ലത് പണപ്പെട്ടി എടുത്ത് പോണതാ. അതിലൊരു നല്ല വശമുണ്ട്. പക്ഷെ കുറച്ച് സമയം കൊടുക്കായിരുന്നു. കാരണം ബിഗ് ബോസിന് തന്നെ ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവും. കാരണം കുറച്ചേരം ഒരു ഗെയിമൊക്കെ നടന്ന് എല്ലാവരും ഇങ്ങനെ നിന്ന് പിന്നെയും നോക്കി ഒരു 2 ദിവസത്തേക്കുള്ള ടാസ്ക് ബിഗ് ബോസിന് കൊണ്ട് നടക്കാനുള്ളൊരു ടാസ്ക് ആയിരുന്നു അത്. രാത്രി ആകുമ്പോഴും ഒക്കെ ഇത് മാറുണ്ടോ നോക്കിയിട്ടും അതൊരു രസമായിരുന്നു. അതിനുള്ള സമയം കൊടുത്തില്ല. സമയം കൊടുക്കാത്ത റീസൺ എന്താ പറയുക ഇതോ, അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഡിസ്കഷൻ മെയിൻ ആയിട്ട് വന്നത് ആദ്യം ഈ പണപ്പെട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഋഷിക്ക് കുറച്ച് ആദ്യം ഞാൻ പറയാം കുറെ മുന്നേ. ഓക്കെ, പിന്നെ ഡിസ്കഷൻസ് പ്രോഗ്രസ് ചെയ്ത് ആ സമയത്ത് നന്ദനയ്ക്ക് ഒരു പണപ്പെട്ടി എന്നുള്ള കണ്ടീഷനിലാണ് ഇത് കാര്യമായിട്ട് ആ ഒരു കണ്ടീഷനിൽ അത് പോയിരുന്നത്. പിന്നീട് ഇത് ഇന്നലത്തെ ആ 2 ദിവസമായിട്ടുള്ള ഡിസ്കഷനിലാണ് ഋഷി കയറി വരുന്നത്. ഓക്കെ, ഋഷി കയറി വരുന്ന സമയത്ത് ഋഷി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞു, വീട് എന്ന് പറഞ്ഞ സംഗതി പറഞ്ഞപ്പോൾ ഋഷിക്കും വീടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഋഷി പറഞ്ഞു അല്ലേ. അപ്പോൾ ഋഷി നന്ദനെ ഒരേപോലെ കമ്പയർ ചെയ്യല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഋഷി പറഞ്ഞ സമയത്താണ് അവിടെ ഇത് ചിലപ്പോൾ അടുത്ത ഒരാൾ എടുക്കാൻ പറ്റുന്നുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായി. ഇനി ഈ സായി ഈ 5 ലക്ഷം നന്ദനയ്ക്ക് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അത് അവൻ്റെ ഇഷ്ടം. അതൊന്നും ഇനിയിപ്പോൾ ശരിക്കും നമ്മളെ പോലുള്ളവർ ആരും സംസാരിക്കേണ്ട. ഞാൻ പറയാൻ കാരണം എന്താ അറിയാം, കഴിഞ്ഞ സീസണിൽ മാരാര് നാദരയ്ക്ക് പൈസ കൊടുത്തിട്ടുള്ള ഒരാളും പറഞ്ഞിട്ടല്ല ചെയ്തത് അല്ലേ. സത്യല്ലേ? വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാൻ പാടില്ല, അങ്ങനത്തെ ഒരു സംഗതി ഇല്ലേ. അപ്പം ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നാദരയ്ക്ക് കാശ് കൊടുത്തിരുന്നു. അത് മാരാര് പുറത്തേ പറഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാരാര് പറയാനുണ്ടായ റീസൺ എന്താ, നാദിറ ഈ വീഡിയോ ഇട്ട സമയത്ത് അത് ആ ഒരൊറ്റ സംഗതി കൊണ്ടാണ്. മാരാര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ മാരാര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ
ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് എന്നുള്ളൊരു കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ഇങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസിന് പ്രോബ്ലം വന്ന സമയത്ത് അവർക്കൊപ്പം നിൽക്കാതെ ഈ ചാനലിന് വേണ്ടി സംസാരിച്ചു എന്നുള്ളൊരു സംഗതി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ മാരാർ ഈ സംഗതി കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വേറെ സീസൺ 6 വരുന്ന സമയത്ത് ഒരു സെയിം ടൈപ്പ് ഓഫ് ആക്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ, അതുതന്നെയാണ് സംഭവം. ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ആക്ട് ചെയ്യുന്ന ഇത് ഒരുപാട് വട്ടം വീണ്ടും എടുത്ത് പറഞ്ഞ് സായി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കേട്ടോ. സായി ചെയ്തതിനോട് നമ്മൾ എതിർക്കല്ല, നല്ല കാര്യം തന്നെ ആയിരിക്കും. സായി ഇത് അങ്ങനെ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല, കൊടുക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. സായി ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഊഹിക്കാണ്, വീട് ഞാൻ ശരിയാക്കും, പിന്നെ എല്ലാം കൂടി കോർത്തിണക്കുന്ന സമയത്ത് ഒരു പക്ഷേ സായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുക, ബിഗ് ബോസിന് ദേഷ്യം വന്നു തോന്നുന്നു പറയാൻ. കാരണം എന്താ പറയുക, ഇതിന് ശേഷം എല്ലാവരും ഇരുത്തിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു കേട്ടോ, ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ട് കഴിഞ്ഞു, സായി പണപ്പെട്ടി എടുത്തിട്ട് പോ, സായി അത് എടുത്തു എന്ന് പറഞ്ഞു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പോൾ സായി എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടി നിന്നു, കുറച്ചേരം സംസാരിച്ചു. പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചില്ല. സംസാരിച്ചിട്ട് സായിയുടെ രീതിയിൽ സായി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകില്ല, വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എടുക്കാനുള്ള റീസൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു സായി മതി എന്നുള്ള രീതിയിൽ നിർത്തിച്ചിട്ട് മതി എന്ന് പറയില്ല, ബിഗ് ബോസ് പറഞ്ഞു നിർത്തിച്ചു, ഇടയിൽ കയറി. എന്നിട്ട് പണപ്പെട്ടി എടുത്തിട്ട് ഫ്രണ്ടിൽ കൂടെ വേഗം ഇറങ്ങാൻ പറഞ്ഞു. അത് സായി ഇറങ്ങിയതിന് ശേഷം വീട്ടിലുള്ളവർ അത് പറയുകയും ചെയ്തു കേട്ടോ, ബിഗ് ബോസ് സംസാരിക്കാൻ മുഴുവനൊക്കെ ഇട്ടില്ല. കാരണം പിന്നെ അവിടെ ഉള്ളവർക്കൊന്നും അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എന്താ പറയാ, സായി എടുത്തു പോയത് അങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട്. അഭിഷേകും സിജോ ഋഷി സ്ട്രോങ് ആയിട്ട് ഞെട്ടി. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ നെക്സ്റ്റ് എമൗണ്ട് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്തെങ്കിൽ സായിക്ക് കിട്ടിക്കോളന്നില്ല. പിന്നെ കുട്ടിയുടെ ശ്രദ്ധിച്ചോ, അഭിഷേക് ഒരുപാട് നിർബന്ധിക്കുന്ന പോലെ തോന്നുന്നു ഋഷിനെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നാദിറേനോട് അഖില ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലതിനായിരുന്നു, നമുക്ക് കേൾക്കുമ്പോൾ അഖില എടുത്തു പോകാൻ നാദിറ അത് പറഞ്ഞിട്ടില്ല, നല്ല വശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നാദിറ ആ സെൻസിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ നാദിറയുടെ ഇഷ്ടം എന്നുള്ള പോലെ. അതേപോലെ ഋഷിനെ വല്ലാണ്ട് അഭിഷേക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അതുപോലെ തോന്നുന്നു, അങ്ങനെ അത് രണ്ട് രീതിയിലും എടുക്കാം. പക്ഷെ നമുക്കെന്താ പറയുക, പേഴ്സണലി ഇവരാരുടെയും മനസ്സിൽ ഉള്ളിൽ കയറാനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ ഇവരെന്താ ചിന്തിക്കുന്നത് നമുക്കറിയില്ല. രണ്ട് രീതിയിലും നമ്മളിങ്ങനെ പറയാം, വിൽപ്പൊടി ദിസ് വേ. അതായത് സോഷ്യൽ മീഡിയ രണ്ട് രീതിയിൽ ഇതിനെടുക്കുന്നുണ്ട്. ഒന്ന് സോഷ്യൽ മീഡിയ എടുക്കുന്നുണ്ട് ഇവരെ പുറത്ത്. അപ്പോൾ സായിയുടെ കേസിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ സിജോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനത്തെ കേസൊക്കെ പറയുന്ന പോലെ തന്നെ പറയുന്നു. കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അതായത് ഋഷിനെ പണപ്പെട്ടി എടുത്ത് ഋഷി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മോട്ടിവേറ്റ് ചെയ്യുന്ന അഭിഷേകിനായിരിക്കും ഋഷിയുടെ സപ്പോർട്ടേഴ്സ് വോട്ട് ചെയ്യാന്നൊരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. പക്ഷേ ഓൺ ദ സെയിം ടൈം നമ്മൾ കാണുന്നുണ്ട് ഭയങ്കര ക്ലോസ് ആണ് ഇവർ രണ്ടാളും. ഒരു പക്ഷേ ചിലപ്പോൾ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. പിന്നെ ലാസ്റ്റ് നോറ എന്താ പറയല്ലേ ജിൻഡോനോട്, നോറ പറഞ്ഞത് സായി എടുത്തു പോയാൽ ജിൻഡോ ചേട്ടൻ എന്താ തോന്നണമെന്ന് ചോദിച്ചു. അപ്പോൾ ജിൻഡോ പറഞ്ഞു ഇത്ര പെട്ടെന്ന് എടുത്ത് പോകണ്ടായിരുന്നില്ല നിഷ്കളങ്കടിക്ക്, അത്രയും തോന്നിയുള്ളൂ പറഞ്ഞു. അപ്പോൾ നോറ പറഞ്ഞു അല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ലേ ചോദിച്ചു. അല്ല ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പം തന്നെ അങ്ങനെ പോകണ്ടേ പറഞ്ഞു. അപ്പം നോറ പറയുകയാണ് എനിക്ക് തോന്നി, കാരണം എന്താ വെച്ചാൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പൈസ കൂടി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും എടുക്കുമോ വിചാരിച്ചിട്ടായിരിക്കും സായി എടുത്തതെന്ന് തോന്നുന്നുണ്ട്. തന്നെ ആയിരിക്കും സംഭവം. ഇനിയിപ്പോൾ തന്നെ അടുത്ത വിഷയം, ഇനി രണ്ടാമതൊരു പണപ്പെട്ടി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, അതിനേക്കാളും കൂടുതൽ എമൗണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താ സിറ്റുവേഷൻ എന്നറിയില്ല, അതൊക്കെ നമുക്ക് വന്നിരുന്ന് കാണേണ്ട സിറ്റുവേഷനാണ് അല്ലേ. ഇനിയിപ്പോൾ രണ്ടാമതൊരു പണപ്പെട്ടി ഉണ്ടെങ്കിൽ പറയും സായിയുടെ ബുദ്ധിയാണ്, സായിക്കും കിട്ടി വേറെ ആർക്കും കിട്ടി എന്നുള്ള രീതിയിലായി മാറും കേട്ടോ. അതിന് എങ്ങനെയൊക്കെ ഉണ്ടാവുക ദൈവത്തിന് അറിയാം. അതെ. പിന്നെ ഇപ്പോൾ ജാസ്മിൻ ഇന്ന് വളരെ വാലിഡ് ഒരു പോയിന്റ് പറഞ്ഞു അല്ലേ വിധു? അതെ, എനിക്ക് തോന്നുന്നു ആ ബുദ്ധി ആർക്കും തോന്നിയില്ലേ, എവിടെ തോന്നിപ്പോയി ഉള്ളത് പറയണം. കാരണം ജാസ്മിൻ പുറത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. കറക്റ്റ്, കാരണം അതന്നെ ആയിരിക്കുന്നു. കാരണം സ്പോയിലറാണ് അവൻ, ഇത് സ്പോയിലർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, എന്നിട്ട് അത് ചെയ്തിട്ട് പോയി. അല്ലാണ്ട് പെട്ടെന്ന് ചെയ്യല്ല, അത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ചെയ്തിട്ട്. പിന്നെ പോവാൻ നേരത്തെ ഞാൻ സംസാരിക്കേണ്ട വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു ജാസ്മിൻ. ഒരു ദിവസം കൂടി അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ്, അത് സായിയുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ. അത് എന്ത് രീതിയിലാണ് ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നി, പക്ഷെ നമുക്കറിയില്ല. ഇനി ഇതിൻ്റെ ഇത് ഞാൻ എന്തറിയോ, അതുവരെ നമുക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇനി വേറൊന്നുമില്ലല്ലോ ഇത് ഞാൻ ഇത് പറയാൻ വെച്ചാൽ ഞാൻ സായിയുടെ വൈഫിൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ടാണ്. നമ്മൾ അതിന് പറയില്ലാതെ അവരുടെ ഇഷ്ടമാണ് അവരവരുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത്. സായിയുടെ വൈഫിൻ്റെ ചാനലിൽ, സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിൽ സായിയുടെ വൈഫ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്യുന്നത് വരെ നമുക്ക് ഈ ഒരു ആക്ടിനെ കുറിച്ച് യാതൊരു സംഭവം ഉണ്ടാവില്ല. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. സായിയുടെ വൈഫ് പറയുന്നത്, ആ വീഡിയോ നിങ്ങൾ കണ്ടോ എന്നുള്ള അറിയില്ല, പോയി കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇത്രയും ദിവസം സായിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ ആ ജാഥയിൽ മുൻപന്തിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് കൊടിയും പിടിച്ച് നടന്നിരുന്നത് ഒന്ന് സായിയുടെ വൈഫും രണ്ടാമത് ജിത്തുബായിയാണ്
അല്ലേ? അവർ തന്നെയാണ് ഈ സായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സ്വഭാവമായിട്ട് സീക്രട്ട് ഏജൻറ്റ് സായിലേക്ക് മാറുമ്പോൾ സായി കൃഷ്ണൻ വ്ളോഗ്സ് ആക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമാക്കിയിട്ട് നമ്മളൊക്കെ ഇത് കണ്ടിട്ട് വളരെ നിഷ്കളങ്കമായ ആൾക്കാരെ പോലെ നമ്മൾ വളരെ ഒരു സായിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവൻ്റെ വൈഫും പിന്നെ ഈ ചങ്ങാതിയും കൂടി ജിത്തുവായും കൂടി വന്നിരുന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കി മോശമാക്കി പറഞ്ഞു. അതായത് ഇവനെ ഭക്തിമാർഗത്തേക്ക് അത്രയും മോശമാക്കിയിട്ട് നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടോ, ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ സിറ്റുവേഷനിൽ ഇന്ന് അവർ വീഡിയോ ചെയ്താണ് വിധു, ഇത് കണ്ടു അറിയില്ല, വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇന്ന് അവർ ചെയ്തിട്ട് പറയുകയാണ്, അവർ പറയുന്നത് ഈ സൈബർ ബുള്ളി ചെയ്യുന്നതും ഈ അവരെ മോശമാക്കിയിട്ട് സായിയാണ് ഈ സീസണിൽ വേസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ടായിരിക്കാം, അത് കമൻസിലൊക്കെ പലതുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരിക്കലും അങ്ങനെ പറയുന്നില്ല, വേസ്റ്റ് പ്ലെയർ എന്നൊന്നും പറയുന്നില്ല. സായിയുടെ കേസിൽ സംഭവിച്ചത് ഒരുപാട് ഇവനെ എക്സ്പെക്ട് ചെയ്തു. എക്സ്പെക്ടേഷൻ റെഡ്യൂസസ് ജോയ്സ് ഇൻ ലൈഫ് എന്ന് പറയും. ഒരുപാട് സായിനെ എക്സ്പെക്ട് ചെയ്തു. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരാൾ ഫയർ ചെയ്യാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ വന്നതുകൊണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് വന്നുകൊണ്ടാണ് പല ആൾക്കാരും അതിനെതിരെ തിരിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. ഒന്നത് പറയുന്നു. പിന്നെ പറയുന്നുണ്ട്, അന്ന് അവർ പറഞ്ഞത് എന്താ, ഈ പിന്നെ ഇവൻ ഇങ്ങനെ ആയതിൽ ഇവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സായി കൃഷ്ണൻസ് ഫാമിലി വ്ലോഗ് ആക്കാം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് നമ്മൾ പറയണേക്കാൾ കൂടുതലായിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് അയ്യോ അങ്ങനെ വേണോ പറയണോ എന്ന് വിചാരിച്ചേക്കാൾ അപ്പുറത്തേക്ക് അവര് സംസാരിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അവരോട് ദേഷ്യം തോന്നിട്ടോ, അയ്യോ അവൻ അതിന്റെ ഉള്ളിലല്ലേ, എന്തിനാ അതിനെ പറ്റി പറയണേ തോന്നി. പിന്നെ നമ്മൾ തമ്മിൽ പറഞ്ഞില്ലേ, അങ്ങനെ സിറ്റുവേഷനോട് പറഞ്ഞില്ലേ, ഇവനെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളോ അവന്റെ വൈഫായിരിക്കും. അപ്പൊ ഒന്നും കാണാതെ അവര് പറയില്ല ഇവൻ ശരിക്കും ഫേക്ക് ആണോ, സീരിയസ് ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഞങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അറിയണവരും കാണുന്നവരൊക്കെ യഥാർത്ഥ സ്വഭാവം ഏറ്റവും കൂടുതൽ അറിയ വിളക്കാണ്. എൻ്റെ ഒരു ആക്ടിവിറ്റി കാരണം നാട്ടുകാർ മുഴുവനും പറയാണ് പിന്നെ ഞാൻ ശരിയല്ല, ഞാൻ ഫേക്ക്, ഞാൻ നല്ല മനുഷ്യനാണ് പറയുമ്പോൾ ഇവള് വന്നിട്ട് പറയാണ് ഞാൻ ഫേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇവളാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ പറയുക, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ പറഞ്ഞാൽ ഇവക്കെ അറിയുള്ളൂ എൻ്റെ സിറ്റുവേഷൻ, ഞാൻ എന്താ യഥാർത്ഥത്തിലെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സംഗതി നമ്മൾ കേട്ട സമയത്ത് നമുക്ക് തന്നെ ചോദിച്ചു അത് സീരിയസ്ലി അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാനൊരു വഴിയായി. എന്നിട്ട് ഇന്ന് അവൻ പണപ്പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ പുറത്തിറങ്ങി പുറത്തേക്ക് വരാൻ സിറ്റുവേഷൻ ആയ സമയത്ത് നേരെ പ്ലേറ്റ് ഉൾട്ട അടിച്ചിട്ട് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല സംഭവമാണ്, നല്ലതാണെന്ന് ഫുള്ള് കാര്യങ്ങൾ ഇന്ന് അവർ വന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായി തോന്നി ഒന്ന്. രണ്ടാമത്തെ കേസിൽ അവരുടെ ഇഷ്ടമായിട്ട് അവരുടെ ചാനലിലൂടെ എന്ത് പറയണം എന്നുള്ള ലിബർട്ടി. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് അറിയാം, ഈ രണ്ടാമത്തെ അറിയുമ്പോൾ ഇന്നലെ എനിക്ക് ഇന്ന് മിസ്സായി ചെന്ന് ഇതിനെ അടിക്കണം കേട്ടോ, മിക്കവാറും ചീത്ത അറിയാം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്ന് ക്യാമറ കട്ട് ചെയ്യട്ടെ, ഞാൻ ചിന്തിച്ചിട്ട് പോരും. വേണ്ട, ചിന്തിക്കണം ഇത്. അല്ലാണ്ട് ഈ രണ്ടാമത്തെ കാര്യം മിസ്. ഇന്നലെ മൂന്നാമത്തെ കാര്യം പോയി, രണ്ടാമത്തെ കാര്യം അറിയില്ലെങ്കിൽ പറയണ്ട. അല്ല, രണ്ടാമത്തെ കാര്യം ഭയങ്കര മിസ്റ്റേക്ക്. എനിക്ക് വലിയൊരു സംഗതി, ഈ കോൺസെൻട്രേഷൻ പോകുന്നതാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ജാസ്മിൻ മിറർ നോക്കി സംസാരിക്കണതുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, ഈ ജാസ്മിൻ്റെ പുറത്ത് ജാസ്മിന് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് നല്ല ധാരണ ഉണ്ടെന്ന് ഇന്ന് മിറർ നോക്കി ജാസ്മിൻ സംസാരിച്ചപ്പോൾ മനസ്സിലായി. ലൈവിൽ കണ്ട കുറേ കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഇന്നലെ എന്റെ ഒരു അവസ്ഥ ഇങ്ങനെ ക്ലിയറായിട്ട് വന്നിരിക്കുന്നു. ഞാൻ അതൊന്ന് പറയട്ടെ. അപ്പൊ ലൈവില് കണ്ട കാര്യങ്ങൾ കുറെ എണ്ണം പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് പിന്നെ അവൾ ആദ്യം ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് കുറേ എന്താ പറയാ ഭയങ്കര ക്യൂട്ടായിട്ട് എന്തൊക്കെയോ ഭയങ്കര സങ്കടം ഇതൊക്കെ കാണിച്ചിട്ടൊക്കെ വാരി വിതറുണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞിട്ട് മതിയോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവള് പറഞ്ഞു ഞാൻ ഒരുപാട് ക്ഷീണിച്ചു, മെലിഞ്ഞു, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ചിന്നു ഇങ്ങനത്തെ, ചിന്നു വേറെ ആളായിരുന്നു, ചിന്നുവിൻ്റെ കളിയും ചിരിയൊക്കെ പോയി, ചിന്നുവിൻ്റെ ഇപ്പോൾ 2 ഉണ്ട കണ്ണും തക്കാളി പോലത്തെ ഒരു ചുണ്ടേ ഉള്ളൂ എന്നൊക്കെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അവള് ശരിക്കും വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൂടെ എന്താ പറയുക, നിന്നെ മനസ്സിലാക്കുന്നവർ നിൻ്റെ കൂടെ ഉണ്ടാവും, അല്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ അത് അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ, ജാസ്മിന് ശരിക്കും അറിയാം ജാസ്മിന് പുറത്ത് അത്ര വലിയ സംഭവം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ജാസ്മിന് ഒരു ധാരണ ഉണ്ട്. ഇവർക്കൊക്കെ ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നത് ശരിക്കും പുറത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ ധാരണ ഉണ്ട്. എനിക്ക് ഫാമിലിയൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ ഒരു ധാരണ ഉള്ള പോലെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ജാസ്മിൻ പറഞ്ഞൊരു സംഭവത്തിനോട് നമ്മൾ യോജിക്കുന്നില്ല അല്ല, വേണമെങ്കിൽ യോജിക്കാം, വെറുതെ രസത്തിന് യോജിക്കാം. കാരണം എന്താ വെച്ചാൽ അയ്യോ എന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തമാശ വെച്ചാണ്. അതായത് എന്താ സംഭവിച്ചാൽ
കുട്ടിയുടെ രണ്ടാമത്തെ കാര്യം പറയും. രണ്ടാമത്തെ കാര്യം പറയും, ഇത് മിസ്സായിട്ട് ആൾക്കാർക്ക് എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ്റെ പ്രശ്നം വന്നു. ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുണ്ടോ ഓവറായിട്ട്. ഞാൻ എന്താ രണ്ടാമത്തെ കേസ് പറഞ്ഞറിയോ, ഈ ചങ്ങാതി തിരിച്ചിറങ്ങിയതിന് ശേഷം സായിക്ക് തന്നെ പോവാട്ടോ. ഈ ചങ്ങാതി തിരിച്ച് ഇറങ്ങിയതിന് ശേഷം സായി ഈ ചങ്ങാതി തിരിച്ചിറങ്ങിയതിന് ശേഷം ഇവൻ സായി കൃഷ്ണനായിട്ട് മുന്നോട്ട് പോകും. ഞാനിനി പുതിയ മനുഷ്യനാണ്, എനിക്ക് ഹിമാലയ സാനുക്കളിൽ ചെന്ന് മറ്റേ ബ്രഹ്മത്തിങ്കിൽ ലയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചങ്ങാതി അതിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആയിക്കോട്ടെയായിരുന്നു. പക്ഷെ ഇന്ന് അവൻ്റെ വൈഫ് പറഞ്ഞ ഡയലോഗ് ഉണ്ട് അറിയോ, ഈ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിൽ സായി എന്തായാലും ഉണ്ടായിരിക്കും, അതിൻ്റെ സൈഡിൽ ഞാനുണ്ടാവും, ബാക്കിൽ ചിത്തുണ്ടാവും. അപ്പം ഞാൻ ശരി അപ്പം അങ്ങനെ ഉണ്ടായി. മറ്റേ ഏതോ ഒരു അയ്യോ പൊന്മുട്ടേതാണോ സിനിമ പറഞ്ഞിട്ട് ചോദിക്കും. റിയാക്ഷൻ വീഡിയോ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ സീക്രട്ട് ഏജന്റ് ആയിട്ട് ഇനി ഉണ്ടാവില്ല. സീക്രട്ട് ഏജന്റ് ആയിട്ടില്ല, അവന്റെ പേഴ്സണൽ ലൈഫിലാണ് അയാൾ സായി കൃഷ്ണനായി മാറിയത്. പണ്ട് പേഴ്സണൽ ലൈഫിൽ പോലും എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നത്, പേഴ്സണൽ ലൈഫിൽ പോലും സായി അങ്ങനെ ആയിരുന്നില്ല. സീക്രട്ട് ഏജന്റിന്റെ സ്വഭാവം റിവ്യൂ എല്ലാവരും കുത്തിത്തോണ്ടി ബിഗ് ബോസിൽ അവൻ പറഞ്ഞു പഴയ മാതിരി എല്ലാ കേസും ഞാൻ എടുത്തിട്ട് നോക്കാം എന്താ ഉണ്ടാവുക. നമുക്ക് നോക്കാനൊന്നുമില്ല, അവൻ അതിൽ വീട്ടിലുണ്ടാവില്ല. പക്ഷെ ഇവര് വൈഫ് എന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടോ സീക്രട്ട് ഏജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല, റിയാക്ഷൻ വീഡിയോസ് ചെയ്യും. പക്ഷെ എന്ത് രീതിയിലാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തതെന്ന് അറിയില്ല. ചിലപ്പോ കണ്ണനായിട്ടാവും, ചിലപ്പോ കണ്ണനായിട്ട്. അല്ല ഇത് നല്ല സത്യല്ലേ, ഈ നാട് മുഴുവൻ കണ്ണൻ എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ണൻ തന്നെ അത്ര മോശം കാര്യമാണോ? അല്ല എന്റെ കണ്ണൻ എന്തായിരിക്കണം, അത് വേറെ കണ്ണൻ, അത് എന്തിനോ വേണ്ടി. അയ്യോ അത് പോട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയുക, ഇതിൻ്റെ ഒരു ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. സായി എന്ത് ചെയ്യണം എന്നുള്ളത് സായിയുടെ ഇഷ്ടം. അത് പബ്ലിക്കിലായതുകൊണ്ടും അവൻ്റെ വാക്കുകൾ തന്നെ അല്ലെങ്കിൽ മറ്റവരുടെ വാക്കുകൾ തന്നെ കമൻറ്റ് ഇതൊരു സിജോ ആണെങ്കിൽ ഇതൊക്കെ സിജോ ഈ പണി തന്നെയാണല്ലോ, റിയാക്ഷൻ തന്നെ. പക്ഷെ സിജോ ഈ പണി മാത്രമല്ല ഉള്ളൂ. സിജോൻ്റെ ചാനൽ നോക്കിയാൽ അതിൽ മുഴുവൻ മറ്റേ കഥയാണ്. അവിഹിതം അവിടെ കൊണ്ടുപോയി മറ്റൊരു അവിടെ കൊന്നു, അവിഹിത ഭാര്യനെ ഭർത്താവ് എന്താ അല്ല അങ്ങനെയാണ് സംഭവം എന്ന് പറയാം. ഞാൻ പറയാം ഓരോരുത്തരും പറയാം. അപ്പോൾ എന്താ സംഗതി അറിയാം, ഈ ഇടയിൽ കയറുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പുറത്തുനിന്ന് നായ കുറച്ചിട്ട് ഈ നായ്ക്കൾ കുറച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് കോൺസെൻട്രേഷൻ പോകും. എനിക്ക് അവരൊക്കെ ശ്രദ്ധിക്കാൻ തോന്നും. പോട്ടെ, എൻ്റെ കോൺസെൻട്രേഷൻ പിന്നെയും പോയി ചെയ്തു. എന്തോ പ്രശ്നം പോട്ടെ. ഏതായാലും ഞാൻ എൻ്റെ ഇത് നിലയ്ക്ക് എന്തോ ഒരു ചരട ഊർക്കൊക്കെ കയറി ഇറങ്ങി കിട്ടണം. എനിക്കത് ശരിയാവില്ല. അത് ഇവിടെ ഇടയിൽ കയറി ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തിട്ടുള്ള പണി എടുക്കണ്ട. കുറച്ച് ഫാൻസ് ഒക്കെ കൂടുതൽ അഹങ്കാരം വന്നത്. ഞാൻ ഇടയിൽ കയറിയിട്ടില്ല കേട്ടോ, കണ്ണൂർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഗതി ഒന്നുമില്ല, ഓർമ്മയില്ല. പോട്ടെ, സാരില്ല. നാളെ നമ്മൾ ഉഷാറ്. നാളെ തൊട്ട് ഞാൻ കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുഴപ്പം. ഒന്നാമത് നായ്ക്കൾ വല്ലാതെ കുരയ്ക്കുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ വ്യാകുലതയാണ്. അപ്പോൾ ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് ആ കാര്യം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിക്കണം കേട്ടോ. ഇനി ഞാൻ ഇത് ശ്രദ്ധിക്കും. ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഞാൻ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ബൈ. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ?